കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്ക് മാത്രമാണ് കാര്യമായിട്ട് ഉണ്ടായിരുന്നത്. വല്ലാത്ത വേറെ തിരക്കുകളൊന്നുമില്ല. മണ്ഡലകാലം സമാപിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം 3:30 തുറന്നിരുന്നത് 4:30 തുറക്കുള്ളൂ. അതിൻ്റെയൊക്കെ കുറച്ചൊരു ആശ്വാസം, അതായത് വലിയ തിരക്ക് എന്ന് പറയാനില്ലാത്ത അവസ്ഥ ആയിരുന്നു. എന്നാലും ഉദയാസ്തമന പൂജ ഉണ്ടായതിൻ്റെ 10 മിനിറ്റ് കൂടുമ്പോഴത്തെ ഇടവേളകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ളൊരു തിരക്കാണ് ഉണ്ടായിരുന്നത്. ചോറൂണൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. എന്നാലും ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തൊഴാൻ പറ്റി എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് തൊഴാൻ പോവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കിഴക്കേ നടയിലുള്ള ഗണപതിയെ കണ്ട് സർവ്വവിഘ്നങ്ങളും അകറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ച് തേങ്ങ അടിക്കേണ്ടവർക്ക് തേങ്ങ ഒക്കെ അടിച്ച് നേരെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലൂടെ അകത്തേക്ക് ഗോപുരം കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വന്ന് ആ ഗോപുരത്തിൻ്റെ ഇന്നിപ്പോൾ ഇതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് ആളുകളെ വിടുന്നതൊക്കെ. അതല്ലെങ്കിൽ കൊടിമരം വഴിയാണ് വിടാറ്. ഇപ്പോൾ വ്യത്യാസം വന്നു. അതേമാതിരി രാവിലെ നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് വീണ്ടും 6 മണി തൊട്ടിട്ട് 9 മണി വരെയൊക്കെ ഏകാന്തം മാറ്റി സോപാനപ്പടി വഴിയായിരുന്നു. അപ്പം ഇന്നൊരുവിധം ഭക്തർക്ക് എല്ലാവർക്കും സമാധാനപരമായ ദർശനം കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. നമ്മളിപ്പോൾ കൊടിമരമൊക്കെ കഴിഞ്ഞ് നേരെ വാതിൽപ്പടിയുടെ അവിടെ എത്തി. വാതിൽപ്പടിയുടെ അവിടെ എത്തിയിട്ട് നേരെ അകത്തേക്ക് ശ്രീലകത്തേക്ക് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ശ്രീലകത്തെ ആ പ്രകാശധാര നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ നോക്കി അതിനുശേഷം നമ്മൾ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ നാരായണീയം രചിച്ച ആ മേൽപ്പത്തൂരിൻ്റെ ഇരിപ്പിടം കാണാം. അപ്പോൾ അവിടേക്ക് ഒന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലതുവശത്തെ നാരായണീയം എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് ഒന്ന് കണ്ട് തൊഴുത് നേരെ നമ്മൾ കിഴക്ക് വശത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ അലങ്കാരം കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ആ ഒരു, അതായത് മാനവേദൻ രചിച്ച കൃഷ്ണഗീതിയിലെ മാനവേദ രാജ, കോഴിക്കോട് സാമൂതിരി രാജ രചിച്ച കൃഷ്ണഗീതിയിലെ കൃഷ്ണനാട്ടമാണ്. കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണനായിട്ടാണെന്ന് ഭഗവാൻ നമ്മളെ കാണാനായിട്ട് കാത്തിരിക്കുന്നത്. വളരെ മനോഹരമായ അലങ്കാരമാണ്. വളരെ മനോഹരം തന്നെ പറയാം. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നു. ഉച്ചപൂജ ഉണ്ടായിരുന്നത് മൂന്നൂലം ഭവേഷോദിക്കനാണ്. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പഴയം കൃഷ്ണപ്രസാദോദിക്കനാണ്. അങ്ങനെ കൃഷ്ണപ്രസാദോദിക്കൻ്റെ കൈകളിലൂടെ വിരിഞ്ഞ അതാണ് ഇന്നത്തെ കളഭാലങ്കാരം. കൃഷ്ണനായിട്ടുള്ള കൃഷ്ണനാട്ട വേഷമാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നമ്മളെ ഏവരെയും കാത്തിരിക്കുന്നത്. നമുക്കേവർക്കും ആ കണ്ണിൻ്റെ ആ മാസ്മരികതയിൽ കാണാനുതകുന്ന തരത്തിലാണ് ഇന്നത്തെ ആ ഒരു അലങ്കാരം. വളരെ മനോഹരമായിട്ട് അത് അലങ്കരിച്ചിട്ടുണ്ട്. കൃഷ്ണാട്ടത്തിൻ്റെ ആ രൂപങ്ങൾ ഓരോ ഭാഗവും അതിവിശേഷമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. അതുകൂടാതെ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടമാലകൾ ധാരാളമുണ്ട്, 2-3 ഉണ്ട്. അതുപോലെ ആ പീലിയുടെ തിരുമുടിമാലകളുണ്ട്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞമാതിരി വിധാനമായിട്ട് 4ഓളം തുളസിമാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഉണ്ടമാലയാണ് ഒന്ന്. ഒരു കനകാംബരം കളറും കനകാംബരമാണ് തോന്നുന്നു. അതേപോലെ ഉണ്ടമാലയിൽ തെച്ചിയും കൂടിയും കൂടിയിട്ടുള്ള അത് തുളസിയും കൂടിയും കൂടിയിട്ടുള്ളതും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് തൊഴുതോളൂ. നമ്മളിപ്പോൾ ആ തിരുമുമ്പിൽ നിൽക്കുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ്. എല്ലാവരും അത് മനസ്സിലേക്ക് അങ്ങോട്ട് വിചാരിക്കുക. ആ ചതുർബാഹുവായ രൂപത്തിലുള്ള ആ കൃഷ്ണാട്ടത്തിലെ കൃഷ്ണവേഷധാരിയെ കണ്ടു തൊഴുക.
അങ്ങനെ കണ്ടു തൊഴുതു. ഇനി നമ്മളെ സങ്കടങ്ങളും സന്തോഷങ്ങളെല്ലാം പങ്കുവച്ചു. അതിനുശേഷം നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ ആ തിടപ്പള്ളിയിലേക്ക് നോക്കി അവിടെ ഒന്ന് വന്ദിക്കുകയാണ്. കാരണം രാവിലെ ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതുമായ സ്ഥലമാണ്. വളരെ മഹത്തരമായ സ്ഥലമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല, അവിടെ തൊഴുക. അങ്ങനെ നമ്മൾ വരുമ്പോൾ സപ്തമാതാക്കളുടെ അതൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് തൊഴുകയാണ്. വിഘ്നേശ്വരനും നല്ല രസമായിട്ട് തന്നെ ഇരിക്കണത് കേട്ടോ. ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ട് വളരെ രസമായിട്ടുള്ളതാണ്. മാലകളുണ്ട്, അർച്ചന കഴിഞ്ഞ പുഷ്പാഞ്ജലി പ്രസാദങ്ങളും ഒക്കെ കാണാനുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ എത്തൊക്കെട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് കാണാം. സരസ്വതി ദേവിയുടെ അവിടെ ഒരു മുല്ലപ്പൂവും ഒരു തുളസി കൊണ്ടുള്ള മാലയാണ് കാണാനുള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുതു. ഇനി നമ്മൾ നേരെ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ കാണാം. ചെറിയ ഗണപതിയുടെ വിഗ്രഹം കാണാം. അതിനുശേഷം മത്സ്യത്തിൻ്റെയും കൂർമ്മത്തിൻ്റെയും വരാഹത്തിൻ്റെയും നരസിംഹത്തിൻ്റെയൊക്കെ രൂപങ്ങൾ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തി ഇരിക്കുന്ന സ്ഥലം കാണാം. അവിടെ ഭവേഷോദിക്കൻ ഇരിക്കണു. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങി അവിടുന്ന് നേരെ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ അതാ നിറയെ തുളസിപ്പൂക്കളും മുല്ലപ്പൂക്കളും താമരയൊക്കെ ആയിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുക മൊത്തം. അവിടെയും കണ്ട് തൊഴുതു. അത് കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് ചെന്ന് നമുക്ക് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ അതും കഴിഞ്ഞാൽ നമ്മൾ ഇനി വീണ്ടും ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. രാമന് 3 രാമന്മാരെയും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കാണാം. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് വന്നു, കൃഷ്ണനെ കണ്ടു, മുരുകനെ കണ്ടു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുന്നു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് വളരെ കുങ്കുമം ഒരു തുള്ളി ഒക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല, മാലകളൊന്നുമില്ല. ഹനുമാൻ സ്വാമി കണ്ടു, രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ കണ്ടു. അങ്ങനെ നമ്മൾ തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ആ ഓവിൻ്റെ അവിടെ എത്തി. ശ്രീകോവിലിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന ആ ഓവിൻ്റെ അവിടെ എത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഗ്രില്ലിനപ്പുറത്തേക്ക് ചെന്നിട്ട് താമരക്കണ്ണനെ കാണാൻ ശ്രമിക്കുകയാണ്. താമരക്കണ്ണനെ കാണാൻ ഇത് ആളുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല. പക്ഷേ പുറത്ത് കിടന്നിട്ടാണ് അവർ പിന്നെയും ചോദിക്കുന്നത്, അയ്യോ താമരക്കണ്ണനെ കണ്ടില്ലല്ലോ എന്ന്. പക്ഷേ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. നമ്മളെ ഉള്ളിലുള്ളത് കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാനും പറ്റില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ താമരക്കണ്ണനെ കാണുകയാണ്. കൽപ്പവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുതു. ഇനി മണിക്കിണർ കണ്ടു. മണിക്കിണറിൽ നിന്ന് അവിടെ നിന്ന് കണ്ടു തൊഴുകയാണ്. പിന്നീട് നമ്മൾ നോക്കുന്നത് നമ്മളെ നൃത്തറയിരിക്കാണ്. അവിടെ നമ്മുടെ കണ്ണൻ പൊന്നുണ്ണിയായിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യല്ലേ, അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിരുത്തി നോക്കി നോക്കും, അവിടെ കണ്ണൻ കളിക്കണു. അങ്ങനെ കണ്ടു തൊഴുതു. നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വടക്കേ നടയിലൂടെ ആ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. അങ്ങനെ ഇറങ്ങി വന്ന് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി അതിനുശേഷം നമ്മൾ എടത്തരികത്ത് കാവിലമ്മയെ കാണാൻ പോവാം. എടത്തരികത്ത് കാവിലമ്മയുടെ അടുത്ത് എത്തിയിട്ട് നമുക്ക് വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് തൊഴാം. അവിടെ നല്ല രസമായിട്ടുള്ള അലങ്കാരമായിട്ടാണ്, വളരെ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് അമ്മ. അപ്പോൾ അമ്മയെ കണ്ടു തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ടു തൊഴുത് അവിടുന്ന് പോരുമ്പോൾ കോർണറിലെത്തിയാൽ വീണ്ടും നമ്മുടെ മമ്മിയൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ട് മമ്മിയൂരിലേക്ക് ആണ് നോക്കുന്നത് എന്നും മമ്മിയൂരപ്പനെയാണ് വന്ദിക്കുന്നത് എന്നും വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കാം. അങ്ങനെ ആ ആൾരൂപം കൊടുക്കുന്ന സ്ഥലം, അതുപോലെ മഞ്ചാടി വയ്ക്കുന്ന മഞ്ചാടി വാരുന്ന കുട്ടികൾ, അതൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുത് നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ആ കൃഷ്ണരൂപത്തിലേക്ക് നോക്കി തൊഴാം. ആ ശ്രീലകത്തുള്ള കൃഷ്ണാട്ടത്തിലെ കൃഷ്ണരൂപത്തിലേക്ക് നോക്കി തൊഴുത്
അവിടെ ആ കൊടിമരത്തിൻ്റെ അവിടെ ഒന്ന് നമസ്കരിക്കാം, സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. കൂത്തമ്പലത്തിലേക്ക് ഒന്ന് നോക്കി തൊഴുതു. അത് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ അവിടേക്ക് എത്തുകയാണ്. അയ്യപ്പൻ്റെ അവിടെ എത്തിയിട്ട് അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാം. ഇന്നും ആ പുറകുവശത്തൊക്കെ ഉള്ള അതൊക്കെ വെച്ചിട്ടുള്ള ഗോളയ്ക്കൊക്കെ ഇറക്കിയിട്ടാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. നീല പട്ടൊക്കെ ഞൊറിഞ്ഞ് ചുറ്റി നിറയെ മാലയൊക്കെ ആയിട്ടാണ് അയ്യപ്പൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുതു വന്നിച്ചു. ഒന്ന് വലം വെച്ചിട്ട് പടിഞ്ഞാറ് നടയിലേക്ക് എത്തി. പടിഞ്ഞാറ് നടയിലെത്തിയിട്ട് ആ കൊടിമരത്തിൻ്റെയും ദീപസ്തംഭത്തിൻ്റെയൊക്കെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപത്തെ നോക്കി തൊഴാം. അങ്ങനെ തൊഴുതു. നമ്മളെന്നും ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാവരും എൻ്റെ കൂടെ വന്നു ദർശിച്ചു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവരും പറ്റാവുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. എല്ലാവരിലേക്കും എത്തട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ അന്നന്നത്തെ ഉച്ചപൂജ അലങ്കാരവും അവിടെ ഉള്ള നമ്മൾ പോയി ദർശിക്കുന്നത് പോലെ നമുക്ക് പറയാനേ പറ്റൂ. ആ ദർശിക്കുന്ന ആ സമീപം നിങ്ങളുണ്ടാവും എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിട്ട് മനസ്സിൽ വയ്ക്കുക. എല്ലാവരിലേക്കും ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ. ഹരേ കൃഷ്ണ.